കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ലഹരി എന്ന വാക്ക് പോലും ഇന്ന് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഭീതിയുടെ വിത്തുകളാണ് വിതക്കുന്നത്. തകർന്നു പോകുന്ന സ്വപ്നങ്ങളും ജീവിതങ്ങളും കണ്ണീരുണങ്ങാത്ത ഉറ്റവരുടെ മുഖങ്ങളും കൂടിച്ചേർന്നതാണ് ലഹരി. ഒരു കാലത്ത് കറുപ്പ്, കഞ്ചാവ് എന്നൊക്കെ മാത്രം നാട്ടിൽ കേട്ടിരുന്നിടത്ത് ഇന്ന് പേരുകൾ പോലും പറയാൻ അറിയാത്ത നൂറുകണക്കിന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ വിവിധ രൂപത്തിലും ഭാവത്തിലും യുവജനതയുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും വിഷമഴയായി പെയ്തിറങ്ങുന്നു. മോഹങ്ങൾക്കപ്പുറം വളർന്നു വരുന്ന വിദ്യാസമ്പന്നരായ മനുഷ്യരെ വഴിതെറ്റിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും സാമ്പത്തിക, സാംസ്കാരിക, ഭൗതിക പുരോഗതിയെയും തടയുന്നു. ഇതിനെതിരെ നമുക്ക് പോരാടണ്ടേ? ജീവിതത്തെ തച്ചുടക്കുന്ന ലഹരികളിൽ നിന്നും വഴിമാറി ജീവിതത്തെ പടുത്തുയർത്തുന്ന ജീവിത ലഹരികൾ കണ്ടെത്തേണ്ടേ? റേഡിയോ പ്രിയോറിൻ്റെ ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ ടെന്നീസ് സ്റ്റുഡൻസും ടിസി ടീച്ചറും ഇടറാതെ പതറാതെ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ജീവിതമാണ് ലഹരി. ഞാൻ ഗിൽഡ മാഗ്ഡൻ JK, ഒപ്പം അമല ടെന്നീസ്, സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയോർ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മയക്കുമരുന്ന് എനിക്ക് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷേ അവ എൻ്റെ നീലാകാശത്തെ അപഹരിച്ചു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം യുവതലമുറയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു ഹെൽന പീറ്റർ. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും. ഇവ ഇന്ന് ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്നു വന്നിരിക്കുന്നു. വിവിധ സൈക്കോ ആക്റ്റീവ് വസ്തുക്കളുടെ പതിവ് ഉപഭോഗം മനുഷ്യരെ ചില ലഹരികൾക്ക് അടിമകളാക്കുന്നു. ഇത് വ്യക്തിയിൽ അസാധാരണവും സാമൂഹിക വിരുദ്ധമായ പെരുമാറ്റമോ മനോഭാവമോ ഉണ്ടാക്കുന്നു. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവൻ തകർക്കുന്നു. ഒരു നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഏറ്റവും പ്രധാനം ആരോഗ്യവാന്മാരായ ഒരു തലമുറയാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്തായ ഒരു തലമുറ ലഹരിയുടെ ഉപയോഗത്താൽ നശിക്കുന്നത് സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും തീരാ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, അതിലൂടെ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഇന്ന് ഏറ്റവും എളുപ്പമായ മാർഗമാണ് അവിടുത്തെ യുവജനതയെ വഴിതെറ്റിക്കുക എന്നത്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങളും അവ വിവിധ മാർഗത്തിലൂടെ ഭാരതം പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും സാമ്പത്തിക സമ്പാദന അതിമോഹനങ്ങൾക്കുമപ്പുറം വളർന്നു വരുന്ന വിദ്യാസമ്പന്നരായ യുവജനതയെ വഴിതെറ്റിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും സാമ്പത്തിക, സാംസ്കാരിക, ഭൗതിക പുരോഗതിയെയും തടയുക എന്നൊരു വലിയൊരു അജണ്ടയുടെ ഭാഗം കൂടിയാണ്. കൗമാരക്കാരുടെ മയക്കുമരുന്ന് ഉപയോഗത്തിനും ദുരുപയോഗത്തിനും വിവിധ ഘടകങ്ങൾ കാരണമാകാം. മദ്യം, സിഗരറ്റ് എന്നിവ പോലുള്ള എളുപ്പത്തിൽ ലഭ്യമാകുന്ന പദാർത്ഥങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എളുപ്പം ലഭ്യമാകുന്നതും കൂട്ടുകാരോടൊത്തുമുള്ള കൂട്ടായ്മകളിലും മറ്റവസരങ്ങളിലുമാണ് ആദ്യ തവണ ഉപയോഗിക്കുന്നത്. ഇവയുടെ തുടർച്ചയായ ഉപയോഗം കുടുംബ സാമൂഹിക ചുറ്റുപാടുകളിലുള്ള അരക്ഷിതാവസ്ഥയുടെയോ സാമൂഹിക അംഗീകാരത്തിനുള്ള ആഗ്രഹത്തിൻ്റെയോ ഫലമായിരിക്കാം കൗമാരപ്രായക്കാർക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ആഗ്രഹമുണ്ടാക്കുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ ഇവയുടെ ലഹരി മതിയാകാതെ വരുന്നു. അപ്പോഴാണ് കൂടുതൽ ലഹരിയുടെ മേഖലകളിലേക്ക് അന്വേഷിച്ചു ചെല്ലുന്നതും. ഇത് മയക്കുമരുന്ന് ഉപയോഗിച്ച് നരകിച്ച് ജീവിതം അവസാനിക്കുന്ന അവസ്ഥകളിലേക്ക് വരെ നയിക്കുന്നു. ഒരു കാലത്ത് കറുപ്പ്, കഞ്ചാവ് എന്നൊക്കെയുള്ള പേരുകളിൽ മാത്രമായിരുന്നു നാട്ടിൽ കേട്ടിരുന്നത്. ഇന്ന് പേരുകൾ പോലും പറയാൻ പോലും അറിയാത്ത നൂറുകണക്കിന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ വിവിധ രൂപത്തിലും ഭാവത്തിലും യുവജനതയുടെ മനസ്സിലേക്കും അതിലൂടെ അവരുടെ ജീവിതത്തിലേക്കും വിഷമഴയായി പെയ്തിറങ്ങുന്നു.
ലഹരി വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങളോ സംയുക്തങ്ങളോ ന്യൂറോ സൈക്യാട്രിക് ഡിസോർഡേഴ്സ്, ഹൃദയരോഗങ്ങൾ, അതുപോലെ അപകടങ്ങൾ, ആത്മഹത്യകൾ, സ്വയം ദുരുപയോഗം, ബോഡി ഷെയ്മിംഗ്, അക്രമം എന്നിവയിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ആസക്തിയും ഒരു സൈക്കോ സോഷ്യൽ മെഡിക്കൽ പ്രശ്നമായി കാണേണ്ടതുണ്ട്. കൂടാതെ COVID-19 പാൻഡമിക് മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ കൂടുതൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആളുകളെ നിർബന്ധിതരാക്കി. അതോടൊപ്പം സോഷ്യൽ മീഡിയ, മറ്റ് ആസക്തികളായ ടെലിഫോൺ, വീഡിയോ ഗെയിമുകൾ അല്ലെങ്കിൽ അശ്ലീല വിനോദങ്ങൾ എന്നിവ സമൂഹത്തിലേക്ക് കൂടുതൽ വ്യാപകമായി. ലഹരി ഉപയോഗവും ആസക്തിയും ഒരു രോഗമാണെന്നറിഞ്ഞ തിരിച്ചറിവാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത്. ലഹരി ഉപയോഗിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ അതിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അതിനോടൊപ്പം ഈ സാമ്പത്തിക അത്യാർത്തി മൂത്ത് ഈ വിഷം വിറ്റ് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ നടക്കുന്നവരെ ശക്തമായി നേരിടാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഭരണകൂടങ്ങൾ പ്രകടിപ്പിക്കണം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അത്യന്താപേക്ഷിതമാണ്. നല്ലൊരു നാളേക്കായി എല്ലാവരും സഹകരിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിക്കാം. ലഹരി വിമുക്ത കേരളത്തിനായി. നന്ദി. എത്രയോ കുടുംബങ്ങളാണ് ലഹരി എന്ന മഹാവിപത്തിൽപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കടിമപ്പെട്ട തന്റെ മകന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരമ്മയുടെ വേദന കവിതാ രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഗൗരി ശങ്കർ. കവയിത്രി ലക്ഷ്മി ദാമോദരുടെ കവിത ലഹരി. ഇത്തിരി പോന്ന കോലായിൻ മൂലയിൽ കുഞ്ഞു മണ്ണെണ്ണ വിളക്കിൻ നാളവുമായി രാത്രിയുടെ അന്തിയാമങ്ങളിലും വഴിക്കണ്ണുമായി ഒരമ്മയിരിക്കുന്നു. പുലർക്കാലെ പോയ മകനെ കാത്തിരിക്കുന്നോരമ്മയുടെ കണ്ണിൽ ഉറക്കച്ചടവല്ല, ഭീതിയുടെ കടലാഴങ്ങൾ അലയടിക്കുന്നു. രണ്ടു കാലിൽ പോയൊരാ പുത്രൻ നാലു കാലിൽ തിരിച്ചെത്തുമിപ്പോൾ. തളർന്നുറങ്ങുന്ന മക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന മുഖങ്ങൾ കാണുവാൻ നേരമായി. ലഹരി കാർന്നെടുത്തൊരാ ഹൃദയവും കഷ്ടതയാൽ തകർന്നൊരൻ ജീവിതവും മാത്രമായി തീർന്നിരിക്കുന്നു കൂരയിൽ. ചെവിയിൽ തറയ്ക്കുന്ന ദീർഘനിശ്വാസങ്ങൾ, അടുക്കളത്തിണ്ണയിൽ നരച്ച മിഴികളാൽ പാവം മരുമകൾ. കരളു കത്തി മരിക്കുവാൻ മാത്രമായി ജന്മം നൽകിയ പുത്ര, നീ ഓർക്കുക, നൈമിഷിക സുഖങ്ങളോർത്തു നീ നഷ്ടമാക്കുന്നു നല്ല ജന്മങ്ങൾ. ഓർക്കുക, നൈമിഷിക സുഖങ്ങളോർത്തു നീ നഷ്ടമാക്കുന്നു നല്ല ജന്മങ്ങൾ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനോടൊപ്പം അത് തുടച്ചു നീക്കുന്നവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഏറെ വെല്ലുവിളികൾ നേരിടുന്നു. നമ്മുടെ ക്ലാസ്സിലെ ആൻമേരി ആൽഫ്രഡ് എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറായ ശ്രീ മുഹമ്മദ് ഹാരിഷുമായി നടത്തിയ ഇന്റർവ്യൂ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? സാർ, പുതിയ തലമുറയെ കാർന്നുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് ലഹരി. അതുകൊണ്ട് തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വശങ്ങൾ ഏതൊക്കെയാണ്? നമസ്കാരം, ഞാൻ മുഹമ്മദ് ഹാരിഷ്, അസിസ്റ്റന്റ് കമ്മീഷണർ വിമുക്തി മിഷൻ എറണാകുളം. ആദ്യം തന്നെ കുട്ടികളുടെ ഈ ഉദ്യമത്തിന് അഭിനന്ദനം. ഈ മയക്കുമരുന്ന് കേസുകൾ കണ്ടെടുക്കുന്നതുമായിട്ടുള്ള വെല്ലുവിളികളെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു ബഹുമുഖ പ്രശ്നങ്ങൾ, മൾട്ടിഫേസ്ഡ് പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനകത്ത് ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞു വരാം. ഉപയോഗിക്കുന്നവരുടെ എണ്ണവും അത് കൈകാര്യം ചെയ്യുക, ട്രേഡ് ചെയ്യുക, വിൽക്കുക, അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണവും കൂടുന്നതനുസരിച്ച് ക്രൈം കൂടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രൈമുകൾ കണ്ടുപിടിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വിഭാഗം, അതാണ് എക്സൈസും പോലീസും.
അവരുടെ എണ്ണത്തിൽ ആവശ്യത്തിന് വർധന വരുന്നില്ല. രണ്ടാമത്, കുട്ടികളടക്കമുള്ള നിങ്ങളോട് ഇത്രമാത്രം ബോധവൽക്കരണം നടത്തി കഴിഞ്ഞിട്ടും അത് വേണ്ട വിധം മനസ്സിലേക്ക് എടുക്കുകയോ ആ രീതിയിൽ പ്രവർത്തനങ്ങളോ ഞങ്ങൾ പ്രയത്നിക്കുന്നത്രയും എഫക്റ്റീവിൽ വരുന്നില്ല. അടുത്തത്, മാധ്യമങ്ങൾ ആരാധനാ കഥാപാത്രങ്ങളെ സിനിമയിലും മറ്റ് മീഡിയയിലും ഉള്ളവരെ അനുകരിക്കാനുള്ള കുട്ടികളുടെ ആ പ്രവണത, സിനിമയും മറ്റു മാധ്യമങ്ങളുമൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പലവിധ സിനിമകളും സീരിയലുകളും ഗെയിമുകളും അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാം ഇതിനെ കൂടുതൽ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും അടുപ്പിക്കുന്നു. അതും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ചിലത് മാത്രമാണ്. താങ്ക് യു. വർഷങ്ങളായി മയക്കുമരുന്ന് ദുരുപയോഗവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറ്റകൃത്യങ്ങൾ തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസും എക്സൈസും അതിന്മേൽ നടപടിയെടുക്കുമ്പോഴും കേസുകൾ കൂടുതൽ എടുക്കുമ്പോഴുമാണ്. ഉദാഹരണമായിട്ട് കർണാടകയിൽ ബാംഗ്ലൂരിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കാൾ വളരെ കുറവാണ് നമ്മുടെ എല്ലാവരും ഇകഴ്ത്തപ്പെടുന്ന കൊച്ചിയിൽ നടക്കുന്നത്. അവിടെ കൂടുതൽ ക്രൈമുകൾ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ എക്സൈസും പോലീസും കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ കേസുകൾ പിടിക്കുന്നതുകൊണ്ടാണ് ഇത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അടുത്തതായി, കുറ്റകൃത്യങ്ങളുടെ മോഡ്, അതിൻ്റെ രീതി മാറിയിട്ടുണ്ട്. അതിനും പല കുറ്റവാളികളും സിനിമയിലെ മോഡൽ, സീരിയലുകളിലെ മോഡൽ, അല്ലെങ്കിൽ വെബ് സീരീസിലെ മോഡൽ, ആ രീതിയിലുള്ള കൊലപാതകങ്ങൾ അതിനെ ഞാൻ അനുകരിച്ചു എന്നൊക്കെ പറയുന്നത് കഥകളാണോ? സത്യാവസ്ഥ തന്നെയാണ്. കഥകളാണെന്ന് നമുക്ക് പറയാൻ തള്ളാൻ പറ്റില്ല. അക്രമവാസന തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജനതയിൽ. യുവാക്കളും കുട്ടികളും അടങ്ങുന്ന ആ വിഭാഗം ഇപ്പോൾ ഷോ ഗേൾസ്, ഷോമാൻ, ഷോ കാണിക്കുക, അതിനർത്ഥം അവർക്ക് കൂടുതൽ ധൂർത്ത് കാണിക്കണം, അതിന് പണം ആവശ്യമായിട്ട് വരുന്നു. പണം ആവശ്യമായിട്ട് വരുമ്പോൾ ഈ ലഹരി മാഫിയ എന്ന് പറയുന്ന ആ വിഭാഗം അവരെ ലഹരിയിലേക്ക് മാറ്റിവിടുന്നു. അത് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടാവുന്ന രീതിയിൽ അവരെ ക്യാൻവാസ് ചെയ്യുന്നു. അതൊന്നും നമ്മൾക്ക് മറന്നു പോകേണ്ടയോ അല്ലെങ്കിൽ നമ്മൾ വിസ്മരിക്കപ്പെടേണ്ട കാര്യമല്ല, വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. കുട്ടികൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി മാറി നിൽക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടുമുണ്ട്. മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും എന്ത് പിന്തുണ സംവിധാനങ്ങളാണ് അനിവാര്യമെന്ന് സാർ കരുതുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഉള്ള ആൾക്കാരെയും അത് ഉപയോഗിക്കുന്നു എന്നുള്ള ആൾക്കാരെയും രണ്ട് തട്ടിൽ കാണേണ്ടതാണ്. ഉദാഹരണമായി LSD, കൊക്കൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. മറ്റ് ചില മയക്കുമരുന്നുകൾ കുറച്ചു കാലത്തെ ഉപയോഗം കൊണ്ട് അതിലേക്ക് അഡിക്ഷൻ വരാം. അപ്പോൾ അഡിക്റ്റായിട്ടുള്ളവരെയും അത് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും രണ്ട് തട്ടിൽ കാണണം. അവരുടെ റീഹാബിലിറ്റേഷൻ രണ്ട് തരത്തിലാണ്. ഉദാഹരണമായി നമ്മുടെ പുരാണത്തിലൊക്കെ പറയുന്നത് പോലെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാരിൽ നിന്നോ പ്രതികളിൽ നിന്നോ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ആൾക്കാരിൽ നിന്നോ കാര്യങ്ങൾ അറിയാൻ സാമം, ദാനം, ഭേദ്യം, ദണ്ണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ച് വരിക. ഇതാദ്യം ചെറുതായിട്ടുള്ള ഒരു കാര്യത്തിൽ തുടങ്ങി വളരെ ഗ്രേവായിട്ടുള്ളൊരു കാര്യം വരെ. സാമം എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പറയും. അതല്ലെങ്കിൽ പിന്നെ ദാനം, എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് നമുക്ക് അയാളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഭേദ്യം, കടുത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യൽ. ദണ്ണം, അത് ഇപ്പം നിരോധിച്ചിട്ടുണ്ട്, നമുക്ക് ശാരീരിക ഉപദ്രവം കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ ജസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ്, അഡിക്റ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ അഡിക്ഷൻ സെൻറ്ററിലേക്ക് മരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരെ കൊടുക്കണം. അപ്പോൾ കൗൺസിലിംഗ് ആണെങ്കിൽ എറണാകുളം ജില്ലയിൽ കച്ചേരിപ്പടിയിലുള്ള എക്സൈസ് സോണൽ കോംപ്ലക്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൗൺസിലിംഗ് സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ പലതിലും ഇതുപോലുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യത്യാസം, പ്രൈവറ്റിൽ ഇറ്റ് ഈസ് പ്രട്ടി എക്സ്പെൻസീവ്, അത് ഇച്ചിരി മുതൽ മുടക്ക് കൂടുതലുള്ള ഒരു ചികിത്സയാണ്. വിമുക്തി മിഷൻ്റെ ഭാഗമായ സർക്കാർ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അഡിക്സ് ആണെങ്കിൽ അവർ അഡിക്ഷൻ സെൻറ്റർ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലുണ്ട്. മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലിലാണ് അഡിക്ഷൻ സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. ഡോക്ടറുടെ സേവനം അവിടെ ലഭ്യമാണ്. അവിടെ ഇൻപേഷ്യൻ്റ് സൗകര്യവുമുണ്ട്. അപ്പോൾ അഡിക്ട്സൊക്കെ ആണെങ്കിൽ അവരെ കൗൺസിലിംഗ്, അതായത് ഉപദേശങ്ങളോ കാര്യങ്ങളോ കൊണ്ട് മാത്രം നടക്കില്ല, മെഡിക്കേഷനും വേണ്ടി വരും. മരുന്ന് കൊടുത്തുള്ള ചികിത്സ അതും അവിടെ ലഭ്യമാണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. സർക്കാർ സംവിധാനമാണ്, അതിൻ്റെ സേഫ്റ്റിയുമുണ്ട്. പ്രൈവറ്റിലാണെങ്കിൽ അത്
നിങ്ങൾക്ക് പണം കൊടുക്കണം എന്നുള്ളതാണ് വ്യത്യാസം. ഇതാണ് ഇതിൻ്റെ റീഹാബിലേഷനുള്ള നമ്മളുടെ ഇപ്പോഴത്തെ ബേസിക് സംവിധാനങ്ങൾ. താങ്ക് യു. ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സംഗീതം. മനോഹരമായ ഒരു ഗാനവുമായി അദ്രജ, അനോമ, അദ്വൈത, സ്റ്റാനിയ റെഡിയാണ്. ആസ്വദിക്കാൻ നിങ്ങളും റെഡിയല്ലേ? കണ്ണോട് കണ്ണായിടാ നീയോട് മെയ്യായിടാ കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാ നീയോട് മെയ്യായിടാ എന്നാലും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ എന്നാലും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ ഓളങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്തു നാവിന്നും നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം ഇന്നും കണ്ണോട് കണ്ണായിടാ നീയോട് മെയ്യായിടാ കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോ അന്നു നാം കണ്ടതല്ലേ കണ്ണോട് കണ്ണായിടാ നീയോട് മെയ്യായിടാ പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സമൂഹത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്തെല്ലാമാണെന്നും അവയ്ക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ ഏവയാണെന്നും പുതുതലമുറ ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഇവയെല്ലാം നമ്മോട് പങ്കുവയ്ക്കുന്നു സാൻഡിയ ഡേവിസ്. നമ്മുടെ യുവജനതയെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന കുറ്റകൃത്യങ്ങൾ ഇവയാണ്. 1. വിവിധതരം മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും. 2. മദ്യപിച്ച് വാഹനമോടിക്കൽ. 3. പൊതുസ്ഥലങ്ങളിലുള്ള മദ്യപാനവും വിൽപ്പനയും. ഇവയെല്ലാം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. കഞ്ചാവ്, ഒപ്പിയം, MDMA, LSD, കൊക്കെയിൻ തുടങ്ങിയ മയക്കുമരുന്നുകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും നാം കണ്ടുവരുന്നത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രധാന പ്രത്യേകത കൈവശമുള്ള ഡ്രഗ്സിൻ്റെ അളവും ശിക്ഷയുടെ തോതും തമ്മിൽ ബന്ധമുണ്ട് എന്നതാണ്. ഇതനുസരിച്ച് എല്ലാ ഡ്രഗ്സിനും കുറഞ്ഞ അളവും കൂടുതൽ അളവും ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും ഒരേ തരം കുറ്റമല്ല എന്ന് കരുതുന്നു. കാരണം ഒരിക്കലൊന്ന് ഉപയോഗിക്കുന്നതും കുറേ പേരെ കെണിയിൽ വീഴ്ത്തുന്നതിനും സാമ്പത്തിക വിൽപ്പന നടത്തുന്നതിനും ഒരേപോലെ കരുതാൻ കഴിയില്ലല്ലോ. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെങ്കിലും അനധികൃതമായി മദ്യം വിൽപ്പന നടത്തുന്നതും അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നതും കുറ്റകരമാണ്. വിൽപ്പനക്കായിട്ടാണ് മദ്യം കൈവശം വയ്ക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ 55I വകുപ്പ് പ്രകാരം ജാമ്യമില്ലാത്ത കേസാണ്. വിദേശ മദ്യം 3 ലിറ്റർ, ബിയർ 1 കേസ്, കള്ള് 1.5 ലിറ്റർ എന്നിങ്ങനെയാണ് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വളരെ ഗൗരവമേറിയ കുറ്റമായി നാം കണക്കാക്കേണ്ടതാണ്. സ്വന്തം ജീവനെയും റോഡിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ളവരുടെ ജീവനെയും അപകടത്തിലാക്കുന്ന ഈ കുറ്റകൃത്യത്തിന് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 155 പ്രകാരം പിഴയും ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ചെറിയ അളവിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് 10,000 രൂപ വരെ പിഴയോ 1 വർഷം കഠിന തടവോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നാൽ കൂടിയ അളവിൽ കൈവശം വയ്ക്കുന്നതും വിൽപ്പന നടത്തുന്നതും 10 വർഷം മുതൽ 20 വർഷം വരെ ജയിൽ ശിക്ഷയും 1 ലക്ഷം രൂപ മുതൽ പിഴ ലഭിക്കാവുന്നതും രണ്ടും കൂടിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന കുറ്റമാണ്.
സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിൽപ്പനയും കൈവശം വയ്ക്കലും ചെറിയ അളവിലാണെങ്കിൽ പോലും വലിയ കുറ്റമായി കണക്കാക്കുന്നു. ലഹരി ഉപയോഗിക്കാത്ത, ലഹരിക്കെതിരെ പോരാടുന്ന ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് ഇന്നിൻ്റെ ആവശ്യം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറാം, പ്രതിജ്ഞയെടുക്കാം. ഈ ആഴ്ചത്തെ സെന്റ് ഫിലോമിനാസ് വാർത്തകളുമായി എത്തുന്നു ടെന്നയിൽ നിന്ന് ഏഞ്ചലീന. നമസ്കാരം, ഞാൻ ടെന്നിയിൽ നിന്ന് അഞ്ജലീന. സെന്റ് ഫിലോമിനാസ് HS-ലെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ. വയനാട് വെച്ച് നടന്ന സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് സെന്റ് ഫിലോമിനാസ് HS-ലെ അനന്തു MS, അലീന, ശ്രേയ, ഷാലു VS, ജോഫ്ന, അനശ്വര, ആൻസി, ഹൃദ്യ, ജോസ്ന, ശിവനന്ദ PJ എന്നിവർ പങ്കെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ അക്ഷയ് രാജിന് മാതൃവിദ്യാലയം ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സിനു ചെമ്മണിക്കോടത്ത് അധ്യക്ഷത വഹിച്ചു. കോട്ടുപള്ളി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു പഴമ്പള്ളി, സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ബിപിൻ MK എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം അക്ഷയ് രാജ് നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ചിട്ടയായ പഠനം ഓരോരുത്തരുടെയും വിജയത്തിന്റെ അടിത്തറയാണെന്നും കുട്ടികൾ മത്സര പരീക്ഷകളോട് വിമുഖത കാണിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വായന വാരാചരണത്തിന്റെ ഭാഗമായി UP HS വിഭാഗം കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രത്യേക അസംബ്ലിയും നടത്തി. വിദ്യാലയത്തിലെ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിലാണ് വായന വാരാചരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിദ്യാലയത്തിലെ SPC സീനിയർ കാഡറ്റ്സ് വായിച്ച രചനകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വായനക്കുറിപ്പ് പതിപ്പാക്കി മാറ്റുകയും HM ശ്രീമതി മിനി ഏലിയാസ് പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു. ജൂൺ 21 യോഗാ ദിനത്തോടനുബന്ധിച്ച് SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾക്കായി ഒരു യോഗ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രീമതി ജെസ് ടീച്ചർ കുട്ടികളെ പരിശീലിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള SPC ജൂനിയർ കാഡറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിനായി മെയിൻ എക്സാം നടക്കുകയുണ്ടായി. 8ാം ക്ലാസ്സിലെ 99 കുട്ടികൾ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ജീവിതം ഒഴുകുകയാണ്. അതങ്ങനെ അപങ്കുരം ഒഴുകുക തന്നെ വേണം. കാലവും വിധിയും അതിൽ ചെറിയ ഓളങ്ങൾ ഇളക്കി വിട്ടേക്കാം. എന്നാൽ നമ്മൾ സ്വയം തീർക്കുന്ന ചുഴലുകളിൽപ്പെട്ട് ജീവിതം ഉലഞ്ഞു തീരരുത്. മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന മുൻ കരുതലുകളാകട്ടെ നമ്മുടെ ജീവിത വിജയങ്ങളുടെ മൂല്യധനം. ജീവിതമാകുന്ന സുന്ദര ലഹരി ആവോളം ആസ്വദിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ടാണ് ഞങ്ങൾ 10A സ്റ്റുഡൻസ് along with TC teacher and I am Amala and Gilda signing off. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ